ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. നമുക്ക് ഇത്രയും കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഇടാൻ വേണ്ടി പറ്റിയില്ല, സ്കൂളിൽ ഓരോരോ പരിപാടികളൊക്കെ ആയതുകൊണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇന്നാണ് ഇച്ചിരി വീഡിയോ എടുക്കാൻ ഒരു സമയമൊക്കെ കിട്ടിയത്. അപ്പോൾ നമ്മൾ ഇനി മുതൽ അങ്ങോട്ട് വീഡിയോ വരാമെന്ന് പ്രതീക്ഷിക്കാം. ഞാൻ എപ്പോഴും ഉറപ്പ് തരുന്നതുകൊണ്ട് വീഡിയോ വരുന്നില്ല, അതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം ഞാൻ ഉറപ്പ് തരുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗാർഡൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ, ഇപ്പം തന്നെ നിങ്ങൾ ഞാൻ ഗാർഡൻ എന്ന് പറഞ്ഞാൽ ഈ പെണ്ണിന് പണിയില്ല, എത്ര വട്ടമായി പോകുമെന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും നിങ്ങളിരിക്കുന്നത്. കാരണം ഞാൻ കുറേ വട്ടം ഇപ്പോൾ തന്നെ ഞാൻ ഗാർഡനെ കുറിച്ച് പറഞ്ഞു. പക്ഷെ അതല്ല ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്, കാണിച്ചു തരാം ഗൈസ്. എൻ്റെ ഇത് കണ്ടില്ലേ, ഇത് എന്ത് ചെടിയാണെന്ന് നിങ്ങൾക്കറിയാവോ? ഇതൊരു മഞ്ഞപ്പൂർണ്ണ, കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കില്ല. കാരണം അതിലിതേ നോക്ക്, ഇതിലിപ്പോൾ നിറച്ച് പുഴു കടിച്ച് അതിങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ ഈ പുഴുവിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ശരിക്കും വന്നത്. എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം, ഇങ്ങോട്ട് വാ. ആ ചെടി ഇനി നിങ്ങൾ നോക്കണ്ട, അതിന് മുമ്പ് ഞാൻ കാണിച്ചു തരാം. ആ ചെടി എന്താ നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവൂലേ ഏത് ചെടിയാണ്. ഇതാണ് ആ ചെടി, കണ്ടോ? ഇതുപോലെ നല്ല വളർന്ന് അതിൽ എല്ലാ ദിവസവും ഒരു 2-3 അതിലെങ്ങനെ പോലെ ഒരു 5 പൂ അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ടായിരുന്നു. അപ്പോൾ ഇത് കണ്ടില്ലേ, നല്ലോണം തന്നെ പൂവിടുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ വാടിപ്പോയി, ഇന്ന് ഉച്ചയൊക്കെ ആയല്ലോ. ഇപ്പോൾ സമയം എത്രയായി? 1 മണിയൊക്കെ, 1-1:30 ആയിട്ടുണ്ടാവും. അപ്പോൾ ഇപ്പോൾ തന്നെ നോക്കി, ഈ പൂവാണെങ്കിൽ നല്ല ഭംഗിയാട്ടോ. ഇതിൻ്റെ ഈ മഞ്ഞപ്പൊരിക്ക് എന്താണെന്നറിയില്ല, ഈ പൂ രാവിലെ വിരിയും, എന്നിട്ട് ഉച്ചയൊക്കെ ആകുമ്പോൾ ഇതുപോലെ അടഞ്ഞു പോകും കേട്ടോ. വൈകുന്നേരം വരെ നിൽക്കില്ല. ഇത് പറിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വാടിപ്പോകുന്ന ടൈപ്പ് പൂവാണ്. ഇതിൻ്റെ ഇലയാണെങ്കിൽ ഭയങ്കര നമുക്ക് ഇങ്ങനെ തൊടുമ്പോഴേ കീറിപ്പോവും, അങ്ങനത്തെ ഒരു ഇലയാണ്. അപ്പോൾ ഇതിൻ്റെ ഈ തണ്ടൊക്കെ ഒടിക്കാൻ ഭയങ്കര എളുപ്പമാണ്, നമുക്ക് കുത്തിയാൽ കിളുക്കൂല. എൻ്റെ ഈ ഗാർഡൻ തുടങ്ങിയ സമയത്ത് ഞാൻ ഒരു അടുത്തുനിന്ന് ഇതിങ്ങനെ ഒടിച്ചോണ്ട് വന്നു, ഈ ഒരു ശിഖരത്തോടെ ഒടിച്ചോണ്ട് വന്നിട്ട് കുത്തി വെച്ച് പിറ്റേ ദിവസം പൂവും വിരിഞ്ഞു കേട്ടോ. പക്ഷെ അത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അത് തന്നെ കുറച്ച് ദിവസം വന്നില്ല, അതിൻ്റെ പിറ്റേ ദിവസം തന്നെ അത് മൊത്തത്തിൽ കരിഞ്ഞു അടിപ്പോയി ഗൈസ്. ഇത് കുത്തിയാൽ കിളുക്കുന്നില്ല, ഇതിൻ്റെ തൈ വെച്ചാൽ മാത്രമേ കിളുക്കുള്ളൂ. ഇനിയിപ്പോൾ എങ്ങനെ എങ്ങനെ വല്ല രീതിയിൽ കുത്തണമെന്ന് നിങ്ങളൊന്ന് പറഞ്ഞാൽ ഗൈസ്, എനിക്ക് അറിഞ്ഞുകൂടാതെ എങ്ങനെ ചെയ്യണ്ടേന്ന്. എന്തായാലും ഞാൻ ഇതിപ്പോൾ തൈയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരെണ്ണമുണ്ട്, ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ 2 പുഴു കയറിയിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ ഈ ചെടി നമ്മുടെ ഈ നന്ദ്യാർവട്ടയില്ലേ പുറത്തൊക്കെ, അതിൽ ഓരോ സീസണിൽ ഇങ്ങനെ മറ്റൊരു തരം പച്ചപ്പുഴു വരും. അപ്പം ഞാൻ ഓർക്കണത് മറ്റേ പൂമ്പാറ്റയാവുന്ന പുഴുവായെന്നാണ്. പക്ഷെ അതാണെന്നൊന്നും അറിഞ്ഞുകൂടാ. അത് ഓരോ സീസണിൽ എല്ലാ വർഷവും വരും. അപ്പം നമ്മൾ മരുന്നടിച്ചിട്ട് അതിങ്ങനെ ഇല തിന്ന് അത് മൊത്തത്തിൽ ഞങ്ങൾ വെട്ടിക്കളയും. അത് കഴിയുമ്പോൾ പിന്നെ അത് തളിർത്തിപ്പോൾ നല്ലോണം തളിർത്തരാം. അങ്ങോട്ട് നോക്ക്, ഇപ്പം തന്നെ ഇങ്ങനെ ചെറുതായിട്ട് തളിർത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇനി എന്തായാലും പൂവുണ്ടായിട്ടുണ്ട്, ഇപ്പം തന്നെ നല്ല പൂവുണ്ട് കേട്ടോ. ഇതല്ല അപ്പുറത്ത് വെക്കണത്, ഇതിലുണ്ടായിരുന്നു കേട്ടോ. ഇതിൽ ഞങ്ങൾ കുറേ വെട്ടിക്കളഞ്ഞു ഗൈസ്. കാരണം ഇതിൽ നിറച്ചും പുഴു വന്നു പോയി. കുഞ്ഞായതുകൊണ്ട് ഇതിൽ ഒത്തിരി ഉണ്ടായിരുന്നതുകൊണ്ട് അതിൽ കുറേ ശിഖരമൊക്കെ വെട്ടിക്കളഞ്ഞു കേട്ടോ. അപ്പം അതിപ്പോൾ അച്ചിരിയേ ഉള്ളൂ. പക്ഷെ പൊക്കത്ത് കിടക്കുക ഇപ്പോൾ നല്ല ഉഷാറായിട്ട് കണ്ടിട്ടുണ്ട്. അതുപോലെ ഇതിനൊരു സീസണൊന്നും ഇല്ല കേട്ടോ. ഇതിനങ്ങനെ പുഴു എപ്പോഴും ഉണ്ടാകുന്നൊരു ചെടിയാണ്. പക്ഷേ ഇതിലൊരു പ്രത്യേകത ഞാൻ കണ്ടത്, ഈ ഒരു ചെടിയുടെ അടുത്ത് നിൽക്കുന്ന ഇപ്പോൾ ഇതിൻ്റെ അടുത്താണ് ഇപ്പോൾ നോക്കുവാണെങ്കിൽ ഈ ഒരു ഇപ്പോൾ നിങ്ങളത് കാണുമ്പോൾ വാടി നിൽക്കുന്നതാണ്. ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശംഖുപുഷ്പയില്ലേ, വെള്ള ശംഖുപുഷ്പമാണത്. അപ്പോൾ വാടി നിൽക്കണം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അതിൽ കയറത്തില്ല ശരിക്കും, ഇതിൻ്റെ പുഴു ഈ ചെടിയിൽ മാത്രമേ. അതിൽ തൊടുമ്പോൾ തന്നെ കാണുമ്പോൾ എന്തോ പോലെയാണ്. ഈ മൾബറി ചെടിയിൽ ഈ മറ്റേ പട്ടുനൂൽപ്പുഴു ഉണ്ടാവും എന്നൊക്കെ പറയില്ല. അതിന് ഈ പട്ടുനൂല് ഇഷ്ടം ആ ചെടി, ആ പുഴുവിനിഷ്ടം ഈ മൾബറി ചെടിയുടെ ഇലയാണ്. അപ്പോൾ അത് കഴിക്കുമ്പോൾ അതിങ്ങനെ വലുതായിട്ട് ഇങ്ങനെ പട്ടുനൂലൊക്കെ കിട്ടും. അപ്പോൾ അങ്ങനത്തെ രീതി പോലെ ഈ പുഴുവിനിഷ്ടം ഈ ഒരു മഞ്ഞച്ചെടിയാണ്. ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ, ഈ പുഴുവിൻ്റെയും ഈ ചെടിയുടെയും. ഈ പുഴുവിനെ കാണുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഒരുമാതിരി മുള്ളമ്പന്നീനെ പോലെ തോന്നുന്നു. കാരണം എൻ്റെ മേത്ത് നോക്ക്, മുള്ളു പോലെ ഉണ്ട് കേട്ടോ. ഏകദേശം ഒരു ചൊറിയൻ പുഴുവിൻ്റെ വേറൊരു ഇനം എന്നൊക്കെ പറയാം ആ പുഴുവിനെ കണ്ടിട്ടുണ്ടെങ്കിൽ. പിന്നെ ഈ ശംഖുപുഷ്പം വാടിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, ഇതിൽ ഒരു പുഴു ഞാൻ ഇരിക്കണ കണ്ടായിരുന്നു, പക്ഷേ ഇതിൻ്റെ ഇലയൊന്നും പ്രത്യേകിച്ച് കഴിക്കുന്നില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ അമ്മ ഇതിൻ്റെ ഇവിടെയൊക്കെ വെട്ടി കുറേ കളഞ്ഞു. അപ്പോൾ കളഞ്ഞില്ലേ അമ്മ? കുറേയൊക്കെ അമ്മ വെട്ടിക്കളഞ്ഞു. അപ്പോൾ വെട്ടിക്കളഞ്ഞതിൻ്റെ ഒപ്പം ഇതിനെക്കാട്ടി കൂടുതൽ അമ്മ വെട്ടിയപ്പോൾ അറിയാതെ ഈ ശംഖുപുഷ്പം അങ്ങ് വെട്ടിക്കളഞ്ഞു ഗൈസ്. അതിൻ്റെ തണ്ടാണോ അതിൻ്റെ ശിഖരം എന്തൊക്കെയോ പോയി, അതിൻ്റെ വേരോടെയാണോ പോയെന്ന് അറിഞ്ഞൂടെ. ഇതിനി വേറെ വല്ലതും ആണോ? അതിൻ്റെ തണ്ടുണ്ട്. അപ്പോൾ അത് വെട്ടിയതിൻ്റെ ഒരു ഇതിലാണ് ഇതിപ്പോൾ ഇങ്ങനെ വാടിക്കരിഞ്ഞ് നിൽക്കുന്നത്. അടുത്ത ദിവസം ശരിയാവുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ അമ്മ ഇന്ന് രാവിലെ ഇനി ഇടക്കൂടിയൊക്കെ നടന്ന് ഈ പുഴുവിനെ മുട്ടിയോ അമ്മ? മുട്ടിയില്ലെന്ന്, ഭയങ്കര വെയിൽ, മുട്ടിയില്ലെന്നാണ് തോന്നുന്നത്. കാരണം ഇതിൽ മുട്ടിയാൽ ചൊറിയോ ഇല്ലയെന്ന് പോലും എനിക്ക് അറിയാൻ പാടില്ല. പിന്നെ ഒരു കാര്യം പറയാം, ഇതിലെന്താണ് ആ പുഴു കയറാത്തതെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഡൗട്ട് ഉണ്ടാവും.
ഈ ഇത് നിൽക്കുന്ന എവിടെയാണോ എവിടെയൊക്കെ ഈ രണ്ട് ചെടിയിൽ മാത്രമേ ഞങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ പുഴു കയറാതെ ഉള്ളൂ. ബാക്കി എല്ലാത്തിലും പുഴു കയറി അത് പോയി ഗൈസ്. ഇതിൽ കയറാത്ത എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ അടുത്ത് തുളസി നിൽക്കുന്നില്ലേ, അപ്പോൾ ഈ തുളസി നിൽക്കുന്ന കാരണം ഈ തുളസിയുടെ സ്മെല്ല് ഈ പുഴുവിന് പറ്റുന്നില്ല എന്നാണ് എൻ്റെ ഒരു കണ്ടുപിടുത്തത്തിൽ ഞാൻ കണ്ടുപിടിച്ചത്. അതേ എൻ്റെ കണ്ടുപിടുത്തം തെറ്റിച്ചു പോയി ഗൈസ്. അമ്മ ഇതിന് കുഞ്ഞാണോ അമ്മ? ഗൈസ് ഈ പുഴുവാണ് ഗൈസ് വലുതാവുന്നത്. അമ്മ ഇനിയിപ്പോ അറിയാതെ വല്ലതും ഒന്ന് കേറിയാണോ ഈ തുളസിയുടെ മണം അടിച്ചിട്ട്? തുളസിയുടെ മണം അടിച്ച് എന്തായാലും ഭിത്തി കയറാറില്ല. കളയനെ അതിനാ വെയിലത്തൊന്ന് വെച്ചേ. അമ്മ ചെരുപ്പിട്ടിട്ട് ചവിട്ടി അരച്ച് കളയും ഗൈസ്. അപ്പോൾ അമ്മ അത് ഇന്ന് വെട്ടിക്കളയുന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിന് പരിഹാരം ഉണ്ടോ എന്ന് പറയുക. എന്തായാലും വെട്ടിക്കളയും. പക്ഷെ എൻ്റെ ഒരു പരിഹാരം ഞാൻ ഇത്രയും നേരം കണ്ടുപിടിച്ചത്, ഈ പുഴുവിന് ഇതിൽ നിന്ന് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് വരെ ഞാൻ കണ്ടുപിടിച്ചത് തുളസിയുടെ ഇല എടുത്തിട്ട്, അമ്മയോട് ഞാൻ പറഞ്ഞതാണ്, തുളസിയുടെ ഇല എടുത്തിട്ട് മിക്സിയിലിട്ട് അടിച്ചരച്ച് അതൊഴിച്ചു കൊടുത്താൽ ചിലപ്പോൾ മാറുമെന്ന് എൻ്റെ കണ്ടുപിടുത്തി പറഞ്ഞു. കാരണം ഇതിൽ കയറിയില്ലല്ലോ, അപ്പം അതിലും കയറില്ലായിരിക്കും. ഇത് അടിച്ച് അതിന് മണം അടിച്ചിട്ടാണല്ലോ. അപ്പോൾ ഇത് അടിച്ച് കലക്കി ഒഴിച്ച് അങ്ങനെ കയറില്ലെന്ന് പറഞ്ഞാൽ അമ്മയോട് പറഞ്ഞു. അപ്പോൾ അമ്മ അറിയുവാണ് ഇതങ്ങനെ പറിക്കാനും പറ്റൂല, മിക്സിയിലിട്ട് അടിക്കാനൊന്നും പറ്റൂല. ഇതിൽ മഹാലക്ഷ്മിയാണ് ഗൈസ്. മഹാലക്ഷ്മിയൊക്കെ എനിക്കറിയാം. പക്ഷേ ഇത് എനിക്കിപ്പോൾ കൈ പൊട്ടിയാൽ തന്നെ അച്ഛമ്മ വന്നിട്ട് ഇതിനെ പൊട്ടിച്ചിട്ട് നമ്മളിങ്ങനെ തിരുമ്മി കൈ വെക്കും. അതുപോലെ ഇതിങ്ങനെ ജസ്റ്റ് ഇച്ചിരി തിരുമ്മി അതിലേക്ക് ഇട്ട് കൊടുത്ത് എന്തൊക്കെ പ്രശ്നമെന്ന് ഞാൻ അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മ പറയും മഹാലക്ഷ്മി എന്ന്. ഈ തുളസിക്ക് എന്താണ് ഇത്രക്ക് പ്രത്യേകത എനിക്കറിയാം. ഇതൊരു ഔഷധ ചെടിയാണ്, ഒരു ദൈവികമായ ഒരു ചെടിയും കൂടിയാണ്. പക്ഷെ എന്നാലും അതൊരു ഇത്രയും ഇതാക്കി പറയേണ്ട ആവശ്യമില്ല. കാരണം നമ്മളൊക്കെ തന്നെയാണെങ്കിലും പൊട്ടിച്ചിങ്ങനെ തിരുമല്ലോ. അപ്പം എൻ്റെ ഒരു ഇതിൽ ഞാൻ ഇച്ചിരി എടുക്കുവാണ്. അമ്മ നോക്കുന്നുണ്ടോ അവിടെ ഇരുന്ന്? ഞാൻ ഇച്ചിരി തിരുമ്മി വെച്ച് നോക്കട്ടെ. ഇത് തിന്നുന്നുണ്ടോ ഗൈസ്? ലൈവായിട്ട് തിന്ന് കാണിക്കുന്നു. അത് കാണിക്കണുണ്ടോ? ഇതിന് 2 തലയുണ്ടോ അമ്മേ? എൻ്റെ ഈ വശത്തും തലയുണ്ടെന്ന് തോന്നുന്നു. ഞാൻ ഇച്ചിരി ഇതിട്ട് നോക്കട്ടെ. എനിക്കതിൽ കാണുമ്പോൾ തന്നെ എന്തോ പോലെ ഒന്ന് കൊണ്ടുപോലുമില്ല. ഇതിന് മുട്ടയാന്ന് തോന്നുന്നല്ലേ ഇത്? എൻ്റെ അടുത്ത പുഴു ഉണ്ടാവുന്ന ഇതാന്ന് തോന്നുന്നത്. കണ്ടോമ്മ? ഇതാ ഗൈസ്, അതാന്ന് തോന്നുന്നു. ഈ ഇലയിലും ഇങ്ങനെ കുഞ്ഞി പുഴുവായിട്ട് വന്നേന്ന് തോന്നുന്നു. എന്തായാലും ഇതിനൊരു പരിഹാരം എനിക്ക് കണ്ടെത്തണം. കാരണം എല്ലാ വീടുകളിലും ഇങ്ങനെ ഇതിന് പുഴു കയറുക എന്ന് വെച്ചാൽ എനിക്ക് അംഗീകരിക്കാൻ പറ്റൂല. പക്ഷെ അത് വേറെ തളർത്തേറി വരുമല്ലേ അമ്മ? വരുമായിരിക്കും നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പം ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതിന് എന്തെങ്കിലും ഒരു കണ്ടുപിടുത്തം കൂടി കണ്ടുപിടിച്ചുകൊണ്ട് വരാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കനോട് അടിച്ചൊട്ടിക്കുക. ബൈ.